ജയശങ്കർ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നത് പൊറോട്ട വാങ്ങിയാൽ ബീഫ് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഗ്രേവി ഫ്രീ ആയിട്ട് ചോദിക്കരുത് എന്നുള്ളതാണ്. ഗ്രേവിക്കൊക്കെ വില കൂടാൻ പോകുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് നെഞ്ചിടിപ്പുണ്ടാക്കുന്ന വാർത്തയാണ് വരാൻ പോകുന്നത്. പുറത്തിറങ്ങി ഭക്ഷണം വാങ്ങിച്ച് തിന്നാൻ പറ്റാത്ത സാഹചര്യമാണ്. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ ജയശങ്കർ കൊല്ലത്തും? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിനോട് ചേർന്നിട്ടുള്ള ബീച്ച് റോഡിലെ ഒരു തട്ടുകടയിലാണ്. സാധാരണക്കാർ മാത്രം ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ഇടമാണ്. ഇവിടെ രാവിലെ ദോശയും ഓംലേറ്റും ഒക്കെ കഴിക്കാൻ തന്നെ ഇപ്പോൾ തന്നെ നിരവധി ആളുകളുണ്ട്. ഈ ദോശയ്ക്കൊപ്പം സൗജന്യമായാണ് ചമ്മന്തിയും സാമ്പാറൊക്കെ നൽകുന്നത്. ഈ ഗ്യാസിൻ്റെ വിലയൊക്കെ ഇങ്ങനെ കുത്തനെ വർദ്ധിക്കുമ്പോൾ ഇത്തരം ചെറുകിട കച്ചവടക്കാർ, ചെറുകിട തട്ടുകടക്കാരൊക്കെ വലിയ പ്രതിസന്ധിയില്ല. കാരണം ഇവർ ഈ വൻകിട മുതലാളിമാരെ പോലെ 50 ഗ്യാസ് സിലിണ്ടർ എടുത്ത് മാസം കച്ചവടം നടത്തുന്നവരല്ല. ചെറിയ തുകയ്ക്ക് 10 രൂപയ്ക്ക് ദോശയൊക്കെ കൊടുത്ത് ഒപ്പം ചമ്മന്തിയൊക്കെ കൊടുത്ത് അങ്ങനെ ചെറിയ രീതിയിലുള്ള വ്യവസായമാണ്. ഒരുപാട് ആളുകൾ നമ്മൾ സാധാരണക്കാരൊക്കെ ആശ്രയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചേട്ടാ, ഈ ഗ്യാസിൻ്റെ വിലക്ക് ഇങ്ങനെ കൂടെ എങ്ങനെ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ആദ്യം 1500 രൂപ വരെ ആയപ്പോൾ നമ്മൾ ഒരുവിധം നിയന്ത്രിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അത് പെട്ടെന്നാണ് 1900 രൂപയിലോട്ട് മാറിയത്. ഇപ്പം 2150 രൂപ നിലവിൽ സർക്കാരിൻ്റെ വില പറഞ്ഞിട്ട് ഏജൻസി മേടിക്കുന്നത് 2500 രൂപ. അപ്പോൾ അത് തന്നെ 350 രൂപ നമ്മളിൽ നിന്ന് അവർ ഈടാക്കുന്നു. ജീവിക്കാൻ മൊത്തത്തിൽ പറ്റുന്നില്ല. ഇല്ല, പറ്റത്തില്ല. കാരണം ഇവിടെ വരുന്നവരുമായിട്ട് ഞങ്ങൾ സ്ഥിരം തർക്കമാണ്. ഈ 10 രൂപയ്ക്ക് കൊടുക്കുന്ന ദോശ 13 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ നമ്മളെ അല്ല, പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 10 രൂപ നമ്മൾ ആശ്രയിച്ച് വരുന്നവർ. ഇപ്പോൾ ഒരു 50 രൂപ ഉണ്ട്. ഇവിടുന്ന് ഒരു 3 ദോശ, ഒരു വട, ഒരു ചായ കഴിക്കാമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. 75 രൂപ വേണം. കാരണം നമുക്ക് ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. യുദ്ധമൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ലേ? യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ കൊള്ളയടി നടക്കുന്നത്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, അതായത് ഇവിടെ വരുന്നത് ഈ കൂലിപ്പണിക്കാരാണ് ഏറ്റവും കൂടുതലും വരുന്നത്. ഈ കൂലിപ്പണിക്കാർ വന്ന് നമ്മളെ ആശ്രയിച്ച് വരുന്ന 50 രൂപയ്ക്ക് കാപ്പ് കുടിക്കാമെന്നും പറഞ്ഞു. ഇപ്പോൾ അത് നടക്കാത്ത സ്റ്റേജാണ്. കാരണം ഇനിയിപ്പോൾ 1000 രൂപ ഇപ്പോൾ കൂടി, 993 രൂപ കൂടി, 1000 രൂപയ്ക്ക് 7 രൂപയുടെ വ്യത്യാസം. ഇതിനിപ്പോൾ കൊണ്ടുവരുന്നവർ അത് കൂടുതൽ ഒഴിക്കും. അപ്പം നമുക്ക് മുതലാവാൻ പറ്റത്തില്ല. അടച്ചുപൂട്ടിയേ നിവൃത്തിയുള്ളൂ അല്ലേ? അടച്ചുപൂട്ടിയാൽ ഞങ്ങളുടെ ബാങ്ക് വായ്പകളെല്ലാം അങ്ങനെ ക്ലോസ് ആകും. ഇപ്പം തന്നെ ഗ്യാസ് ഇല്ലായിരുന്നു 1.5 മാസം വരെ അടച്ചിട്ടിരുന്നു. അപ്പം നമ്മുടെ ബാക്കിയുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും നോക്കണം. നമ്മൾ കടങ്ങളൊക്കെ ഉണ്ട്, കടവും ബാധ്യതയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഡോക്ടർ അരുൺ, അത് തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് കടവും ബാധ്യതയൊക്കെ ഉണ്ട്, അടച്ചുപൂട്ടി പോകാനും പറ്റില്ല. ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരുൾപ്പെടെ സാധാരണക്കാരാണ് ഇങ്ങോട്ടേക്ക് ദോശ കഴിക്കാൻ എത്തുന്നത്. 50 രൂപയ്ക്കൊക്കെ അവർക്ക് കഴിച്ച് മടങ്ങാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഈ വില ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യം മാറും, ഒരു അവസ്ഥ മാറും. വലിയ വിഷമവും ദുഃഖത്തോടൊക്കെ തന്നെയാണ് ആ ചേട്ടൻ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും സാധാരണക്കാരുടെ ആശ്രയമാണ് തട്ടുകട ഉൾപ്പെടെയുള്ള ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളെ ഈ ഇന്ധനവില വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷമം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് അത് സാധാരണക്കാരും ഒപ്പം തന്നെ ഇത്തരം സംരംഭം നടത്തുന്ന ആളുകളും ഒരുപോലെ അനുഭവിക്കുന്ന സാഹചര്യമാണ് ഡോക്ടർ അരുൺ. ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഈ ഇന്ധനവില വർധന എല്ലാവരെയും ഓക്കെ. ഇപ്പോൾ ഹോട്ടലിൽ പറഞ്ഞതുപോലെ 50 രൂപ കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ഒരു ദോശയും അല്ലെങ്കിൽ കുറച്ച് ഇഡ്ഡലിയും 2-3 ഇഡ്ഡലിയും ഒരു ഉഴുന്നുവടയും ഒരു ചായയും കഴിച്ചിട്ട് 50 രൂപയ്ക്ക് ഇറങ്ങാമെന്ന് കരുതി ഇനി ഹോട്ടലിൽ പോയാൽ നടക്കില്ല. മിനിമം അത് 70 രൂപയെങ്കിലും ആവും. ആ അർത്ഥത്തിലാണ് വില വർധന വരാൻ പോകുന്നത്. ഒരു ദിവസം 20 മുതൽ 25 രൂപ വരെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടും, 20 രൂപയോളം ലഞ്ചിന് കൂടും, വൈകുന്നേരം ആകുമ്പോഴും ഒരു 10-20 രൂപ കൂടും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 60-70 രൂപ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കയ്യിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ആർക്കും പ്രതികരിക്കേണ്ടല്ലോ അല്ലേ? 50 രൂപയ്ക്കൊക്കെ പെട്രോളും ഡീസലും ഒക്കെ തരുമെന്നൊക്കെ പറഞ്ഞ കക്ഷികളൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ നാട് ഭരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കൂ എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ എന്നുള്ളതാണ്. ആരെയാണ് സാർ മണ്ടന്മാരാക്കുന്നത്? പൊതുജനം കഴുതയല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.